غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. அன்புக்குரியவர்களே, எப்போது வந்தாலும் அந்த துவாவுல திக்குள்ள செலவாக்கிற தவறாமல் வந்து கலந்துக்கிடுங்க. முடிஞ்ச உதவிகளை எப்போதும் இங்கே உள்ள மதரசா, தரசு, பள்ளிவாசல், மஸ்ஜித், அஜ்மீர் ஹாஜா, கஞ்சி, மஜ்லிஸுக்கு நம்மளால முடிஞ்ச உதவிகளை பணத்தாலையும் குணத்தாலையும் உடல் உழைப்பாலையும் செய்யுங்க. எல்லா மக்களுக்கும் பார்க்க செய்வாங்க. நிறைய மக்கள் துவா செய்ய சொல்லியிருக்காங்க. எல்லா மக்களுக்கும் துவா செய்யப்படுவாங்க தெரியப்படுத்திக் கொள்கிறேன். പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, എപ്പോ ഏർവാടി മണ്ണിൽ എത്തിപ്പെട്ടാലും ഇവിടുത്തെ മൗലൂദിലും ദിക്റിലും സ്വലാത്തിലും നിങ്ങൾ എത്തി ഇവിടെ വന്ന മദഹ് ചൊല്ലി ബൈത്ത് ചൊല്ലി അങ്ങനെ ദുആയിൽ ആമീൻ പറഞ്ഞ് നമ്മളെക്കൊണ്ട് കഴിയുമെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടുള്ള സഹായം, ശരീരം കൊണ്ടുള്ള സഹായം, പണം കൊണ്ടുള്ള സഹായം ഇവിടുത്തെ പള്ളിക്കും ഇവിടുത്തെ കന്നിക്കും ഇവിടുത്തെ ദർസിനും ഇവിടുത്തെ എല്ലാവിധമായ മജ്ലിസിന്റെ ഉയർച്ചക്കും നിങ്ങൾ താങ്ങും തണലുമായി എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റി വെച്ച് കൊടുന്നു കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സുൽഫിഖുർ റഹ്മാനി ഉസ്താദ് അവர்கள் ഒരല്പസമയം ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവച്ച് നമുക്ക് പട്ട് കുറച്ച് പിരിയാം. കഞ്ഞി കുടിക്കുമ്പോൾ നീത്താക്കി കഞ്ഞിയൊക്കെ കുടിക്കണം. അതുപോലെ തന്നെ അടുത്ത മാസം സർവാടി ഉറൂസാണ്. പറ്റുന്നവരൊക്കെ പങ്കെടുക്കാം. ഉറൂസിന്റെ അവസാനത്തെ ദിവസം സർവാടി കൊടി ഇറങ്ങുമ്പോൾ ഒന്ന് രാവിലെ ഇവിടെ ഉറൂസാണ്. രാവിലെ ഇവിടെ ഉറൂസ്, വൈകുന്നേരം എറുവാടിയിലെ ഉറൂസിന്റെ സമാപനം കൊടിയിറക്കവുമാണ്. പങ്കെടുക്കുക. തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അല്പസമയം മജ്ലിസ് കൈമാറുന്നു. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാനമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ഉദ്ദേശം വച്ച് ഏതെല്ലാം മുറാദുകളോടുകൂടി ഹാസിലാകാൻ വേണ്ടി നാട്ടിൽ നിന്നും ഏർവാടിയിൽ 6666 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഏർവാടി ശുഹദാക്കളെ കാണാൻ ഞാൻ നിങ്ങളെ യാത്ര തിരിച്ചിവിടെ എത്തിയോ, ആ മുറാദുകളൊക്കെ ഹാസിലായി, ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയായി, വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി വീടണയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അല്ലാഹു ശുഹദാക്കളുടെ ബർക്കത്തുകളെ കൊണ്ട് അതെല്ലാം മാറ്റി തരുമാറാകട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് സഹോദരിമാരൊക്കെ എഴുന്നേൽക്കുക. എന്നിട്ട് ഇങ്ങോട്ട് കടന്നു. അങ്ങേയറ്റത്ത് ഇരിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും ആ ഉറങ്ങണവരൊക്കെ ഒന്ന് വിളിച്ചോ. കേസായി ആടുന്ന ആൾക്കാരാണ് ഈ മുട്ടണ്ട. അവർ മുട്ടി അതിൽ പേര് മുട്ട് തിരിച്ചു തരും. അപ്പൊ ഇങ്ങോട്ട് കടന്നു. അല്ലാതെ വെടാതെ കടന്ന് ഉറങ്ങണവരൊക്കെ എന്ന് ഒരു മുട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചോ. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് നീങ്ങി
ഇനിയിപ്പോ ദുആയും ചെയ്ത് കഞ്ഞിയും കുടിച്ച് പോരെ പോരെ അവരൊക്കെ അങ്ങോട്ട് പോരെ സഹോദരന്മാരും പോലെ കുറച്ചു വിചാരിക്കും ഞങ്ങൾക്ക് പോയവര് പോയാൽ ബാക്കിയൊക്കെ പഠിക്കാം അവസാനം ഇവിടെ വാ ഞാൻ സൺഡേ പറ്റും ഇവിടെ കേൾക്കും അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരു വലിയൊരു റാഹത്തോടൊക്കെ കൂടിയ മജ്‌ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമൊക്കെ നിലനിർത്തി തന്നെ ഉറക്കെ നിലനിർത്തി തന്നെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അല്ലാഹു അതൊക്കെ മാറ്റി തരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ബൈത്തമൊക്കെ റാഹത്തായിട്ടൊന്ന് ചെയ്യണം. ഇത്രയും നേരം രാജാത്തങ്ങളുടെ വൈത്തും ഏർവാട് ശുഹദാക്കളുടെ വൈത്തും ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ കുറച്ചു തുടങ്ങി. ഇതൊക്കെ ഉണ്ടാവും ഇല്ലാന്ന് പറയല്ല, നമ്മൾ പറ്റണ രീതിക്കൊക്കെ ചെല്ലി ഇങ്ങനെ ഇരുന്നു. പക്ഷെ ഇനി വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, ഉമ്മമാരോടും പറയാം, ഇനി വരുമ്പോൾ ആ ഉറക്കത്തിൻ്റെ ചടയൊക്കെ അങ്ങനെ കളഞ്ഞിട്ട് ഈ മജ്‌ലിസിൽ ഇരിക്കാമെന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇത് ചെറിയൊരു മജ്‌ലിസല്ല. അപ്പോൾ അതിൻ്റെ ഫള് പറയാനും ഞാൻ എന്ത് പറഞ്ഞാലും പിന്നെ പ്രശ്നം ഇത് ചുമ്മാ തള്ളാന്ന് പറഞ്ഞവരാന്ന് എന്തിപ്പോൾ പറയാനൊക്കെ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ പണിയൊന്നുമില്ലേ എന്ന് വിചാരിച്ചു. പിന്നെ ഏർവാടിയിൽ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയിലൂടെ ഏർവാടിലേക്ക് വരരുത് എന്നറിയാം. ചുമ്മാ 10,000-2,000 രൂപ കൊടുത്ത് ഏർവാടിയിലേക്ക് വരും. ഇവിടെ നടക്കുന്ന ഓരോ സംഭവം കാണുമ്പോൾ പറയും പിന്നെ ഇതൊക്കെ ചുമ്മാ ഒരു അഭിനയ ഇതൊക്കെ എന്താണ് ഒരു അഭിനയാണ്. ഞാൻ ഒരു കേസാടുന്ന സഹോദരൻ അദ്ദേഹം കേസാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിൽക്കണമെന്നുണ്ടെന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ വാക്കാണ്. ഉസ്താദേ, ചങ്ക് പൊട്ടുന്ന വേദന എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന അവസ്ഥകളൊക്കെ കണ്ടിട്ട് ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നു, അദ്ദേഹത്തിന് ആ കേസാടുന്നവൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാം, എന്തിനാടാ ഇങ്ങനെ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്, മോനെ അവൻ വീടെത്തൂല, അവനെവിടെത്തൂല പറഞ്ഞോർക്കെ പറഞ്ഞോ. അത് എൻ്റെ പവറുകൊണ്ടല്ല, എനിക്കൊരു പവറില്ല, അത് ഈ മണ്ണിന്റെ പവറാണ്, ഏർവാട് ശുഹദാക്കളുടെ പവറാണ്. അങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ നാട്ടിൽ കൊണ്ടുപോയിട്ട് എത്തിയില്ല. അപ്പോഴത്തേക്ക് അടുത്ത വണ്ടിക്ക് ഇങ്ങോട്ട് പോകേണ്ട വന്നു. ചങ്ങലേക്ക് പോയാൽ മുമ്പൊരു മനുഷ്യൻ, ഞാൻ ചെറിയോ കേട്ട മനുഷ്യൻ, ആ മനുഷ്യൻ വീടെത്തിയില്ല, ശുഹദാക്കൾ എത്തിയില്ല. എല്ലാം സ്കൂളും അടച്ചു, മദ്രസ അടച്ചു, ചെറിയ പെരുന്നാൾ ഏറ്റവും ലീവുമാണ്. എല്ലാവരും അനിയനും പോയി, ചേട്ടനും പോയി, അനിയത്തിയും പോയി, ചേട്ടത്തിയും പോയി, നാത്തൂനും പോയി, നാത്തൂത്തിയും പോയി, അയൽവക്കക്കാരും എല്ലാവരും പോയി. ഞാൻ മാത്രം ഏർവാടി പോയിട്ടില്ല. അവിടെ ആനയുണ്ട്, ചേനയുണ്ട്, മറ്റനുണ്ട്, മറിച്ചുണ്ടെന്നൊക്കെ പറയണമെന്ന് പോയി നോക്കാം. അങ്ങനെ ഏർവാടിയിൽ വ്യാഴാഴ്ച ദിവസമായിരിക്കും വരിക. ആ മക്കാമിന്റെ ചുറ്റത്തെ പരിസരത്ത് അവിടുത്തെ സെക്യൂരിറ്റികൾ നിങ്ങളൊക്കെ ഒന്ന് മാറി, കേസാണെന്നൊരു കേസായിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ദുവണ്ട മോളിൽ കൊണ്ടേ കൈ ഇങ്ങനെ ബാക്കി കെട്ടിയിട്ട് ആട്ടം ഈ ചിന്തയാണ്. അപ്പൊ ചിന്തിക്കേണ്ട ഒരു ചിന്ത എന്താണെന്നറിയാവോ? ആണുങ്ങളായി ചിന്തിക്കണമെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് തോന്നാൻ എന്ത് ചെയ്യുന്നു? ഇതുവരെ നീ ചിന്തിച്ചു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുവരെ നിങ്ങൾ ചിന്തിച്ചു? ഇത് ഇപ്പൊ ആ കേസാടുന്നവർക്ക് റിസർവ് ചെയ്തേക്കണം രോഗമൊന്നുമല്ലല്ലോ. ആണോ? ഏർവാടിയിൽ ആ മണ്ണിൽ കടന്ന് ചുറ്റോട് ഓടിപ്പെടുന്ന ആളുകൾക്ക് റിസർവ് ചെയ്തേക്കണം മാത്രമാണ് വളച്ചോൻ. ഇത് നിന്റെ ഭാര്യയ്ക്കും വരാം, എന്റെ ഭാര്യയ്ക്കും വരാം, തങ്ങളെ നിനക്കും വരായത്. ആ കേസാടുന്നവർക്ക് മാത്രം പുറത്ത് നിശ്ചയിച്ചങ്ങനെയല്ല. ഇതുവരെ നമ്മൾ ചിന്തിച്ചോ? കുറച്ച് എന്റെ ഭാര്യയ്ക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ചു. നമ്മുടെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ വന്ന നിന്റെ പേര് മാറിയില്ലടാ. തലക്ക് സുഖമില്ലാത്തവന്റെ കെട്ടിയല്ല പിന്നെ നിന്നെ വിളിക്കണം. ആ പേര് മരണം വരെ പോവില്ല.
നിന്റെ ഭർത്താവിനാണെങ്കിൽ ഇന്ന് നീ വലിയ ഗമയിലൂടെ അങ്ങനെ നടക്കുമ്പോ നാളെ നിന്റെ ഭർത്താവ് വാച്ച് കെട്ടിയ നിന്റെ ഭർത്താവിന്റെ കൈക്ക് ചങ്ങലയിട്ടുകൊണ്ട് ഇടപാടിക്ക് കൊണ്ടുവന്ന നാളെ നിന്റെ പേരും മരിക്കുന്നത് വരെ നീ അത്ര 100 വർഷക്കാലം ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചാലും തലക്ക് സുഖലാത്തവന്റെ കെട്ടുകളെ നിന്നെ വിളിക്കാൻ പോണേ. അതുകൊണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ട് പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കാതെ അവർക്ക് കൊണ്ട് ദുആ ചെയ്യണം. അവരുടെ രോഗമൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഒരു ബൈത്ത് ഉറക്കെ ചെല്ലി ഒരൊറ്റ കാര്യവും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പട്ടും പുറച്ച് നമുക്ക് എന്ത് ചെയ്യണം, ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട സാലി ഉസ്താദ് വന്ന് ഇതിന്റെ സാലിസാണ് കൂടെ ഒന്ന് ദുആ ചെയ്ത് ആ ദുആയും ചെയ്തിട്ട് നമുക്ക് 2 മിനിറ്റ് നിൽക്കണേ. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? കാലുവേദന ഉണ്ടാവും, നട്ടല് വേദന ഉള്ളവരുണ്ടാവും, ഇപ്പൊ മാറും. അല്ലാഹു ആമീൻ. അല്ലാഹു മാറ്റി തരട്ടെ. മനസ്സിലായില്ലേ? ഒരു ഉറക്ക ചെല്ലണം, ചങ്ക് പൊട്ടിയിട്ട് ചെല്ലണം. ഈ ശുഹദാക്കളും ഇവിടെ കിടക്കണത് ഒരു മക്കൾ അവിടെ സ്വാലിഹ് എഴുതി വെച്ചിരുന്നാണ്. കണ്ടോ ചോദിച്ച് നിങ്ങളോടാ. നമ്മൾ നോക്കൂ, സാലിഹ് വരുന്നാന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? കണ്ടില്ല. കണ്ടോ? സാലിഹിനെ എഴുതി വെച്ചിട്ടുണ്ടോ? മഹാനവറുകൾ മാത്രമാണ് ഈ കിടക്കുന്നത്. ഏർവാട് ശുഹദാക്കളിൽ പെടാത്ത മനുഷ്യൻ. അള്ളാഹു അമ്പാന്റെ വർക്കത്തോട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇവിടുത്തെ ചരിത്രം കൂടി ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം എന്തല്ല, ഏർവാട് ശുഹദാക്കളിൽ പെട്ട ആളല്ല. അദ്ദേഹം മരണപ്പെട്ടിട്ട് 150 വർഷമായിട്ടുള്ളൂ. അദ്ദേഹം മരണപ്പെട്ടിട്ട് 150 വർഷമായി. ഏർവാടി ഉറൂസ് നടക്കാൻ പോവാണ് ഈ മാസം 29-ാം തീയതി. ഈ മാസം 29-ാം തീയതി ഏർവാടി ഉറൂസ് തുടങ്ങും. എത്രാമത്തെ ഉറൂസാ? 851-ാമത്തെ ഉറൂസ്. എത്ര? 851. 851-ാമത്തെ ഉറൂസ് നടക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ഇവിടത്തെ കൊടികയറ്റം ഏർവാടിയില് കഞ്ഞിപ്പള്ളിയിലെ ഉറൂസ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 28-ാം തീയതി. എല്ലാവരും വരുമോ? ഉസ്താദ് പറയാ വീട്ടിൽ നിന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത മാസം 28-ാം തീയതി ബുധനാഴ്ച രാവിലെ ഇതേപോലെ ഈ മജ്‌ലിസ് നടക്കുമ്പോഴാണ് ഇവിടത്തെ 1 വർഷക്കാലം അടുത്ത ഉറൂസ് വരെയുള്ള കൊടിമരത്തിലേക്ക് കയറപ്പെടുന്നത്. അതായത് അന്ന് വൈകുന്നേരമാണ് ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഉപ്പാപ്പാന്റെ മഖാമിന്റെ ഫ്രണ്ടിലുള്ള കൊടി കയറ്റിയത് ഇറങ്ങുന്നത്. അടുത്ത മാസം 28-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഏർവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഉപ്പാപ്പാന്റെ മഖാമിന്റെ ഫ്രണ്ടിൽ കയറ്റിയ കൊടി അന്ന് ഇറങ്ങും. അന്ന് രാവിലെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മൗലിദിന്റെ, ഈ മദ്ഹിന്റെ മജ്‌ലിസിന്റെ ഈ കഞ്ഞി കൊടുക്കുന്ന കൊടിമരത്തിലേക്ക് കൊടി കയറും. നിങ്ങൾ എല്ലാവരും കുടുംബസമേതം വിളിക്കാം. എന്നാ നമ്മുടെ കഞ്ഞിപ്പള്ളിയിലെ ഉറൂസ് എന്നാ? ഏപ്രിൽ മെയ് 28. നിങ്ങളൊക്കെ എല്ലാവരും പബ്ലിസിറ്റി ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആ കൊടി ഉയർത്തുന്നത് കാണാനും ആ കൊടി ഉയർത്തുന്നത് കാണുന്നതോടുകൂടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ വാഹനത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഭാര്യയിലും ഭർത്താവിലും മാതാപിതാക്കളിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ടോ അല്ലാഹു ആ കൊടി ഉയർത്തുന്നതിനോടുകൂടെ വാനലോകത്തേക്ക് ഉയർത്തിക്കളഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അത് കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കെ ചൊല്ല് ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സിഹ്റും മുസീബത്തും ചെയ്തവർ ഞങ്ങളുടെ കുടുംബം കലക്കിയ നീചരർ തട്ടി തകർത്ത് നീക്കണം നൽകണ്ട റബ്ബേ മോചനം. ലാ ഇലാഹ അല്ലാഹ് ലാ ഇലാഹ സിഹ്റും മുസീബത്തും ചെയ്തവർ റബ്ബേ
ഞങ്ങളുടെ കുടുംബം കലക്കിയ നീജറർ തട്ടിത്തകർത്ത് നീക്കണോ നൽകന്റെ റബ്ബേ മോചനം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ നിർത്താം. അള്ളാന്റെ മഹത്തായ അനുഗ്രഹം എല്ലാം ഉണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് ഇത്രയും നേരം ഈ മജ്‌ലിസിൽ ഇരുന്ന് എന്നുള്ളത്. എത്രയോ ആളുകൾ നമ്മൾ ഈ മജ്‌ലിസ് തുടങ്ങിയപ്പോഴും അത് തുടങ്ങുന്നതിന് മുമ്പും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ ശുഹദാക്കൾ കൊടുക്കാത്തൊരു ഫദ്ല്, അള്ളാഹു കൊടുക്കാത്തൊരു അനുഗ്രഹം നമുക്ക് നൽകിയതിന്റെ ഒരു അടയാളമാണ് ഈ മജ്‌ലിസിൽ. കാരണം എന്താണെന്നറിയാവോ? പല ഉസ്താദന്മാരും പല തങ്ങന്മാരും പല സയ്യിദന്മാരും പറഞ്ഞത് വിനീതം കേട്ടിട്ടുണ്ട്. ഏർവാടിയിലെ കഞ്ഞിപ്പള്ളിയിൽ സിയാറത്ത് ചെയ്യേണ്ടത് ആ മജ്‌ലിസിൽ പങ്കെടുക്കലോടുകൂടി. ഈ മജ്‌ലിസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 53 വർഷം പഴക്കമുള്ള ഒരു മജ്‌ലിസിലാണ് ഞാൻ നിങ്ങളിരിക്കുന്നത്. എത്ര വർഷം? എത്ര വർഷം അമ്മമാരെ? 50. എപ്പോഴൊക്കെ ഈ മജ്‌ലിസ് നടക്കുന്നതെന്ന് അറിയാവോ? വർഷത്തില് ആൾക്കാർ കൂടുമ്പോഴല്ല, വെക്കേഷന്റെ സമയത്തല്ല, ഉറൂസിന്റെ സമയത്തല്ല. എപ്പോഴാ ഈ മജ്‌ലിസ്? ഒരു വർഷത്തിൽ വെറും 32 ദിവസം മാത്രമാണ് ഈ മജ്‌ലിസിന് മുടങ്ങുള്ളൂ. എത്ര ദിവസം? റമളാനിന്റെ 30 ദിവസവും ചെറിയ പെരുന്നാളിന്റെ ഒന്നും വലിയ പെരുന്നാളിന്റെ ഒന്നും. ബാക്കി എത്ര ദിവസം ഉണ്ട്? ഞാൻ പറയാം, 333 ദിവസം. ഒരു മജ്‌ലിസ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഷത്തില് 333 ദിവസം ഇങ്ങനെ ആളുണ്ടെങ്കിലും ഇനി നാളെ നിങ്ങൾ നോക്കി ഇവിടെ നിറച്ചു ആളായിരിക്കും. നാളത്തേനും നോക്കി ഇവിടെ നിറച്ചു ആളായിരിക്കും. ഇങ്ങനെ 100 കണക്കിന് ആളുണ്ടെങ്കിലും ഒരാളെ ഉള്ളവെങ്കിലും എന്ത് നടക്കും? ഇവിടെ എന്ത് നടക്കും? ഈ മജ്‌ലിസ് ഇവിടെ നടക്കും. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കഴിക്കുന്ന ഹാജാ തങ്ങളുടെ തവസ്സുൽ വൈത്ത് ചൊല്ലുന്ന ഏർവാട് ശുഹദാക്കളുടെ തവസ്സുൽ വൈത്ത് ചൊല്ലുന്ന പുണ്യമാക്കപ്പെട്ട മജ്‌ലിസ്. ഭാഗ്യമുണ്ടോ ഇല്ലയോ? ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇപ്പൊ ഭാഗ്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മജ്‌ലിസിൽ പടച്ചോൻ ഏർവാടിയിൽ വന്നിട്ട് ഇരിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ? റബ്ബേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ യുദ്ധമാക്കല്ലേ അല്ലാഹ്. ഇനിയും വരാനും കൂടാനും നീ തൗഫീഖ് നൽകണേ പടച്ചോനെ. റബ്ബേ, ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു, ഞങ്ങളിപ്പോ നിക്കാം. റബ്ബേ, ഈ പാവങ്ങൾക്ക് കാലുവേദനയുണ്ട്, കൈവേദന, നട്ടെല്ല് വേദനയുണ്ട്, കുറച്ചേരം നിന്ന് കഴിയുമ്പോ വിഷമിക്കുന്നവരുണ്ട്. എന്നാലും നിന്റെ ശുഹദാക്കളുടെ ചാരത്ത് നടക്കുന്ന ഈ മജ്‌ലിസിൽ അത് സഹിച്ചുകൊണ്ട് ഈ പാവങ്ങൾ നിൽക്കുകയാ റബ്ബേ. എന്ത് ഉദ്ദേശം വെച്ച് തോപ്പിലെ കഞ്ഞിപ്പള്ളി ശുഹദാക്കളെ കാണാൻ, നൂർജഹാനുമാനെ കാണാൻ, സാലിഹുപ്പാനെ കാണാൻ, ഇവിടത്തെ ശുഹദാക്കളെ കാണാൻ ഈ പാവങ്ങൾ കടന്നു വന്നു. ആ ഉദ്ദേശങ്ങളെല്ലാം പൂവണിഞ്ഞുകൊണ്ട് ഈ മണ്ണിൽ നിന്നും ഏർവാടി മണ്ണിലേക്ക് പോകാൻ നീ തൗഫീഖ് കൊടുക്കണേ പടച്ചോനെ. തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. മുറാദ് കൊടുക്കണേ, ഹാസിലാക്കണേ പടച്ചോനെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് കഴിഞ്ഞ് നമ്മുടെ അജ്മീർ ഹാജ തങ്ങളുടെ കണ്ണിൽ എഴുതി വെച്ചു. ആരെങ്കിലും ബോർഡ് കണ്ടായിരുന്നോ? കണ്ണിൽ എഴുതി വെച്ചു കഞ്ഞി. നമ്മൾ ഇൻഷാ അല്ലാഹ് കുടിക്കാൻ പോകുന്നത് ഏത് കഞ്ഞി എന്നറിയോ? ഹാജ തങ്ങളുടെ നിർദ്ദേശത്തോടു കൂടി ഉണ്ടാക്കപ്പെടുന്ന കഞ്ഞിയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഹാജ തങ്ങളുടെ നിർദ്ദേശപ്രകാരം കഞ്ഞി ഉണ്ടാക്കപ്പെടുന്ന 2 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായിരുന്നു. ഒന്നാമത്തെ സ്ഥലം ജയ്പൂരിൽ ചെല്ലണം, ഹാജ തങ്ങൾ പാപ്പാന്റെ കാഴ്ച വെട്ടിച്ചു. രണ്ടാമത്തെ കഞ്ഞി ഈ ഏർവാടിയിലെ കഞ്ഞിപ്പള്ളി ഉണ്ടാക്കും. ഇത് വെറുതെ പറയണേ. ഇവരുടെയൊക്കെ പ്രിയപ്പെട്ട പൊന്നുപ്പതേ അവിടെ ഇപ്പം അള്ളാഹു ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ്. ഒന്നാം ഇവർ ആരോഗ്യത്തോട് ദീർഘായുസ്സ്. അവരൊക്കെ പാടുപെട്ടതിന്റെ പേരില്ല സഹോദരൻ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണം. നമ്മളിന്ന് ഫാനിന്റെ ചോട്ടിലേ ഇരിക്കണം. ടൈൽസ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കാർപ്പറ്റും പായിട്ടിട്ടാണ് ഞാൻ നിങ്ങൾ ഇരിക്കണം. ഇതേപോലെ ചുട്ടുകൊള്ളുന്ന ചൂടത്ത് ഫാനിടാതെ ഓലമേന കെട്ടിടത്തിന്റെ ഉള്ളിൽ വെച്ച് 53 വർഷങ്ങൾക്ക് മുമ്പ് ആ ഉപ്പ മജ്‌ലിസ് തുടങ്ങി. അങ്ങനെ തുടങ്ങിയ മജ്‌ലിസ് ഏതോ ഒരു 40 ആദ്യത്തെ 40 ദിവസം തികയുന്നതിന് മുമ്പ്
എന്നിട്ട് ഓലപ്പ് കെട്ടണം അല്ലെ? പഴയ കാല ഓലക്കെട്ടുള്ള ആരല്ല ഓലക്കെട്ടായി പോകുന്നുണ്ടോ? ആ അതെ അല്ലേ? ഓലക്കെട്ടല്ലേ എത്ര വർഷം വരാൻ തുടങ്ങിയിട്ട്? 27 വർഷം അല്ലേ? കൊല്ലപ്പെട്ടല്ലേ? അപ്പൊ ചൂടെന്തായിരിക്കും ആലോചിച്ചു. അങ്ങനെ 40 ദിവസം മജ്‌ലിസ് 40ാമത്തെ മജ്‌ലിസ് തീരുന്നതിന് മുമ്പ് ആ 40 ദിവസം മജ്‌ലിസിന്റെ ഇടയിൽ ഏതോ ഒരു ദിവസം ഈ മഖാമിന്റെ ഏതോ ഒരു മൂലയിൽ ആ പ്രിയപ്പെട്ട ഉപ്പ പോയി കിടക്കുന്ന സമയത്താണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുൽത്താൻ മഹാനായ ഹാജാ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് നിർദ്ദേശം കൊടുത്തു, മോനെ ഇവിടെ വരുന്ന ആളുകൾക്ക് നീ കഞ്ഞി ഉണ്ടാക്കി കൊടുത്തോ, അതെന്റെ മരുന്ന് കഞ്ഞിയാണ്. കഞ്ഞി ഉണ്ടാക്കി കൊടുത്തോ, അത് എന്റെ മരുന്ന് കഞ്ഞിയാ. വെറുതെ എഴുതി വെച്ചല്ല, വെറുതെ എഴുതി വെച്ചല്ല. ഒരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് എന്റെ കുടുംബത്തിലുണ്ടായിട്ട് പോയാൽ പറയാം. എന്റെ കുടുംബത്തിൽ കഴിഞ്ഞ വർഷം എന്റെ പ്രിയപ്പെട്ട ഉപ്പാട് അനുജൻ, വാപ്പാട് അനുജൻ, കൊച്ചാപ്പാന്നൊക്കെ വിളിക്കും. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ വിവാഹം കഴിഞ്ഞു. 1-2 വർഷം കഴിഞ്ഞു, മക്കളില്ല. ഞാൻ ഇങ്ങനെ ഏർവാടിയിൽ നിൽക്കുന്ന സമയത്ത് അവൻ എന്നെ വിളിച്ചോട്ട് പറഞ്ഞു, കാക്ക ഒരു പരിപാടിക്ക് പോകാൻ പറ്റില്ല, ഒരു വീട്ടിലും കല്യാണത്തിനും പോകാൻ പറ്റില്ല, അടിയന്തരത്തിനും പോകാൻ പറ്റില്ല, നാപ്പേനും പോകാൻ പറ്റില്ല, നാപ്പുളിക്കും പോകാൻ പറ്റില്ല, ഒന്നിനും പോകാൻ പറ്റില്ല. എന്താ പ്രശ്നം? എല്ലാവരും ചെല്ലുമ്പോ ചോദിക്കുക, കുട്ടികളായില്ലേ? പിന്നെ കുട്ടികളായില്ലേ? അടുത്ത ചോദ്യം ഞാൻ അറിയാവോ, നിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഓളുടെ പ്രശ്നമാണോ? ഇത് കേട്ട് മടുത്തു കാക്ക. എന്താണെന്നറിയാമല്ലോ, ഡോക്ടർമാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ മരുന്ന് കഴിക്കുന്ന പറയുള്ളൂ. ഈ 2-2.5 വർഷത്തിൻ്റെ ഇടയിൽ 3 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഭാര്യയുടെ കുളി തെറ്റിയിട്ടില്ല. കാക്കാരുടെ അടുത്ത് തുറന്നു പറഞ്ഞാൽ ഒരു ദിവസം പോലും തെറ്റിയിട്ടില്ല. ഡോക്ടർമാർ പറയണ കുഴപ്പമൊന്നുമില്ല എന്നാ പറയണേ. ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? എന്തെല്ലാം മരുന്നാ കഴിക്കേണ്ടത്? മരുന്നൊക്കെ കുറെ കഴിച്ചു. അവസാനം ഞാൻ സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു പണി ചെയ്തോ, നീ ഓളെ കൂട്ടിക്കൊണ്ട് ഏർവാടിക്ക് പോരെ, ഓളെ കൂട്ടിക്കൊണ്ട് ഏർവാടിക്ക് പോരെ, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ അന്ന് വൈകുന്നേരം ഭാര്യനെ വിളിച്ചോണ്ട് പോത്തും കൂടെ ഏർവാടിക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരം വെളുത്തപ്പോൾ ഇവിടെ വന്നു. അവിടെ വന്നപ്പോൾ പറഞ്ഞു നേരെ 9 മണി അവിടെ വന്ന് കഞ്ഞിപ്പള്ളിയിലേക്ക് അവിടെ പോയി നോളം പറഞ്ഞു. ഇവിടെ വന്നിരുന്നു. മജ്‌ലിസ് തുടങ്ങാറായപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇവിടത്തേക്ക് ഒരു കഞ്ഞി നേർച്ചയാക്കുക. ആ മജ്‌ലിസിൽ പങ്കെടുത്ത് കഞ്ഞി കുടിച്ചുകൊണ്ട് നേരെ കുളം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുളി തട്ടാത്ത പെണ്ണ് ഇവിടുന്ന് കഞ്ഞിയും കുടിച്ചുകൊണ്ട് പോയിട്ട് നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും കുളി തെറ്റി. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ആ പെണ്ണ് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. എൻ്റെ ഊർലങ്ങോട്ട് പൊരിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ എന്നെ പോലെയുള്ള എന്നെ പോലെ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? എന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ കൊന്നിരിക്കുക. അറിഞ്ഞില്ല, വാർത്ത അറിഞ്ഞില്ലൊന്നും. ഞാൻ തന്നെ എന്നെ തന്നെ പറയാൻ, എന്നെ പോലെയുള്ള ഇവരെ പോലെയുള്ള ആലിമീങ്ങളല്ലേ, എന്നെ പോലെയുള്ള ആലിമീങ്ങൾ. വീട്ടിൽ പ്രസവിക്കണേനൊന്നും കുഴപ്പമില്ല. ചിലപ്പോൾ ഉമ്മമാരെ വീട്ടിൽ ഉമ്മ വീട്ടാണ് പ്രസവിച്ച അല്ലേ? അതെ, ഉമ്മ വീട്ടിൽ പ്രസവിച്ച വീട്ടിൽ പ്രസവിക്കണേനൊന്നും കുഴപ്പമില്ല. പ്രസവം കഴിഞ്ഞിട്ട് 6 മണിക്കൂർ നിൽക്കാതെ ബ്ലീഡിംഗ് ഉണ്ടായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടാൻ തയ്യാറായില്ല വേഷധാരിയായ ആലിമ്. അവസാനം മരിച്ചു എന്നറിഞ്ഞപ്പോ വെള്ളത്തുണിയെ പൊതിയാതെ പായെ പൊതിഞ്ഞോണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോയത്. വെള്ളത്തുണി പൊതിയാതെ പായെ പൊതിഞ്ഞോണ്ട് നാട്ടിലേക്ക് പോയത്. ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയപ്പാട്. അതുകൊണ്ട് അങ്ങനെയുള്ള മജ്‌ലിസില് അള്ളാഹുവിന്റെ ഔലിയാക്കൾ നേതൃത്വം നൽകുന്ന അവരുടെ സാന്നിധ്യമുള്ള നമ്മൾ ഈ മജ്‌ലിസ് തുടങ്ങിയ സമയത്ത് കണ്ടതായ എത്രയോ പേരോട് നടക്കുന്നത്, അവരുടെ കേസുകൾ ഏറ്റെടുക്കുന്നത്, ആ കേസുകൾ വെട്ടുന്നത്, ആ കേസിന് പരിഹാരം ഉണ്ടാകുന്നത്, മക്കളില്ലാത്തവർക്ക് റബ്ബ് ഈ മജ്‌ലിസിൽ പങ്കെടുക്കൽ കൊണ്ട് മക്കളെ കൊടുക്കുന്നത്, കടത്തിൽ മുങ്ങിയതിന്റെ പേരിൽ ഒരു രക്ഷയുമില്ലാതെ തോപ്പിലെ ശുഹദാക്കളുടെ ചാരത്ത് വന്ന് ഈ മജ്‌ലിസിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് ഒരു ദിവസത്തെ കഞ്ഞിക്കും പൈസ കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോയപ്പോ 40 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വഴികളൊക്കെ തുറന്നു കൊടുത്തത്. ഇങ്ങനെ 100 കൂട്ടം സംഭവങ്ങൾ
എനിക്ക് പറയാനുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിൽക്കുന്നതിന്റെ പേരിൽ ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് ഞാൻ പറയുകയാ, ഒരു ദിവസത്തെ കഞ്ഞിയുടെ പൈസ ഞാനും നിങ്ങളും ഏറ്റെടുത്തു കൊണ്ടുപോകണം. എന്തിനാ ഏറ്റെടുത്തു കൊണ്ടുപോകുന്നതെന്നറിയോ? ഞാൻ നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിലേക്ക് മടങ്ങും. ചിലര് നാളെ പോകാനുള്ളവരുണ്ട്, ചിലര് നാളത്തെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാനുള്ളവരുണ്ട്. ചിലപ്പോൾ ഇന്ന് വന്നിട്ട് ഏർവാടിയിൽ വന്നിട്ട് ഇന്നത്തെ മജ്‌ലിസിൽ പങ്കെടുത്ത് നാളെ മറ്റുള്ള സ്ഥലങ്ങളിൽ സിയാറത്തിന് പോകാറുണ്ട്. പക്ഷേ ഇന്നൊരു ദിവസത്തെ കഞ്ഞി കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതിനുള്ള സമ്പത്ത് നിങ്ങളുടെ കരങ്ങളിലുണ്ടോ? ആ പൈസ നിങ്ങൾ ഇവിടെ ഏൽപ്പിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രയോജനം, ഇന്നത്തെ ദുആ കഴിഞ്ഞ് മജ്‌ലിസ് കഴിഞ്ഞ് പട്ടും പുതച്ച് ഒരു ഗ്ലാസ് കഞ്ഞിയും കുടിച്ചുകൊണ്ട് മഹാനായ ഹാജാ തങ്ങൾ പാപ്പാന്റെ കഞ്ഞിയും കുടിച്ച് ഇവിടുത്തെ ശുഹദാക്കളോട് സലാം പറഞ്ഞ് ഏർവാടി മണ്ണിലേക്ക് യാത്ര തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ നിങ്ങൾ നാളത്തെ മജ്‌ലിസിൽ പങ്കെടുത്തുന്നവരില്ല, മറ്റന്നാളത്തെ മജ്‌ലിസിൽ പങ്കെടുത്തുന്നവരില്ല. ആ സമയത്തും ഈ മജ്‌ലിസിന്റെ അവസാന സമയത്ത് ഒരു ദുആ ഉണ്ട്. ഏതാ ദുആ എന്നറിയോ? റഹ്മാനായ റബ്ബേ, 53 വർഷങ്ങൾക്ക് മുമ്പ് ഈ മജ്‌ലിസിനെ സഹായിച്ചവരുണ്ടല്ലോ. ഇതിനെ സഹായിച്ചവര്, ഭക്ഷണം ഇതിന് അരി കൊടുത്തവര്, മാംസം കൊടുത്തവര്, പച്ചക്കറി കൊടുത്തവര് എന്ന് വേണ്ട ഇതിനെ സഹായിച്ചവര്, പൈസ കൊടുത്ത് സഹായിച്ചവരടക്കം ആരെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടോ, ആ സഹായിച്ചവരിൽ ആരെല്ലാം ജീവിച്ചിരിക്കുന്നു, അവരുടെ മുറാദുകൾ മുഴുവൻ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലോ. ഇന്നലെ വരെ നടന്ന ദുആ ഇന്ന് നടക്കാൻ പോണ ദുആ. ചിലപ്പോ നമ്മൾ നാളെ മജ്‌ലിസിൽ വരൂല, ചിലപ്പോ നമ്മൾ നാട്ടിലേക്ക് പോണവരാ. പക്ഷേ ആ സമയത്ത് ഏർവാടി കഞ്ഞിപ്പള്ളി മജ്‌ലിസിന്റെ ദുആ നമുക്ക് കിട്ടും. 1, 2 ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾ മരിക്കും. 9 മണിക്കൂർ കഴിയുമ്പോൾ 9.5 മീറ്റർ തുണിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കള് 3 കെട്ടും കെട്ടിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് എടുത്തുകൊണ്ട് വരും. കബറടക്കി പള്ളിക്കാട്ടിലെ കബറിലേക്ക് ഇറക്കി വെച്ച് 10 പലകയും വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് 2 മീസാൻ കല്ലും കുത്തിയിട്ട് മക്കള് പറയും, അസ്സലാമു അലൈക്കും യാ അബി, പാപ്പാ ഞാൻ പോവാട്ടോ. 9 മണിക്കൂർ നിന്റെ ഉദരത്തിൽ ചുമന്ന എന്റെ പൊന്നുമക്കൾ 9 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ നിന്റെ കബറിന്റെ ചാരത്ത്. ഇപ്പോ ഏതെങ്കിലും പള്ളിക്കാട്ടില് പാപ്പ മരിച്ചിട്ട് 1 മണിക്കൂർ മക്കൾ കബറിന്റെ അടുത്ത് നിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നട്ടല് വേദന ഉണ്ടായത് ആ മക്കൾക്ക് വേണ്ടി പാടുപെട്ടിട്ടാണ്. നമ്മുടെ മുട്ടുകാല് വേദനിച്ചത് ആ മക്കൾക്ക് വേണ്ടി പാടുപെട്ടിട്ടാണ്. പള്ളിക്കാട്ടിൽ പോയി കബർക്ക് പോയി മലർന്നു കിടക്കുമ്പോഴും ആ മക്കൾ 1 മണിക്കൂർ അവിടെ നിൽക്കൂല. പക്ഷേ ഒരു ദിവസത്തെ കഞ്ഞിയുടെ പൈസ കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടായ രണ്ടാമത്തെ പ്രയോജനം, രണ്ടാമത്തെ ഒരു ദുആ ഉണ്ട്. റബ്ബേ, ഈ മജ്‌ലിസിനെ സഹായിച്ചവര്, ഇതിന് പൈസ കൊടുത്തവര്, അരി കൊടുത്തവര്, മാംസം കൊടുത്തവര്, പച്ചക്കറി കൊടുത്തവര്, പാത്രം കഴിവച്ചവര്, അവരെല്ലാം മരണപ്പെട്ട് ഏതെല്ലാം പള്ളിക്കാട്ടി കിടക്കുന്നുണ്ട് നിനക്കറിയാം. അവരുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ എന്ന് രണ്ടാമത്തെ ദുആ. ഇന്നലത്തെ മജ്‌ലിസിന്റെ ദുആ 53 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി പൈസ കൊടുത്ത മനുഷ്യൻ മരിച്ചു ഏതോ പള്ളിക്കാട്ടിൽ കിടക്കുക. ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന മനുഷ്യൻ ഇന്നലത്തെ മജ്‌ലിസിന്റെ പ്രതിഫലം അവന്റെ ഖബറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ മജ്‌ലിസിന്റെ പ്രതിഫലം എത്താൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു ദിവസത്തെ കഞ്ഞിയുടെ പൈസ ഞാൻ കൊടുത്തേക്കാം. ഹാജാ തങ്ങളുടെ കാവൽ എന്റെ കുടുംബത്തിൽ ഉണ്ടാകണം. വർഷത്തിന് 333 ദിവസം ഈ മജ്‌ലിസ് നടക്കുമ്പോ ആ മജ്‌ലിസിന്റെ കാവലും പ്രകാശവും എന്റെ വീടിനുണ്ടാകണം. ഞാൻ മരണപ്പെട്ട് എന്റെ വീടിന്റെ പരിസരത്തുള്ള പള്ളിക്കാട്ടിൽ പോയി മടർന്നു കിടക്കുമ്പോ എല്ലാ ദിവസവും 12 മണിയുടെയും 1 മണിയുടെയും ഇടയിൽ നടക്കുന്ന ഈ മജ്‌ലിസിന്റെ ദുആ എന്റെ ഖബറിലേക്ക് ഒരു പ്രകാശമായി എത്തണം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസത്തെ കഞ്ഞിയുടെ പൈസ 2000 രൂപയാ. ഇൻഷാ അല്ലാഹ് പൈസ ഇപ്പോ കയ്യിലുള്ളവർ ഇൻഷാ അല്ലാഹ് കൊടുക്കണം, ഇല്ലാത്തവർ ഇൻഷാ അല്ലാഹ് ഉസ്താദേ നാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഞാൻ അയച്ചു കൊടുത്തേക്കാം എന്ന് പറയാൻ പറ്റിയ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂട്ടത്തിൽ 2000 രൂപ ഒരു സഹോദരന്റെ എത്രയാ 3000 രൂപ 3 കഞ്ഞി. ബോലോ തക്ബീർ, ബോലോ തക്ബീർ, ബോലോ തക്ബീർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ 4ാമതൊരു കഞ്ഞിക്ക് ഇൻഷാ അല്ലാഹ് 3 കഞ്ഞി ആ സഹോദരനെ 4ാമത് 2000 രൂപ കൊടുക്കാൻ പറ്റി. 4ാമത് സഹോദരിമാരുടെ കൂട്ടത്തിൽ 2000 രൂപ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്കാം, ഇല്ലെങ്കിൽ നാട്ടിൽ ചെന്ന് ഇൻഷാ അല്ലാഹ് ഒഴുകാതെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചയച്ചു തന്നേക്കാം എന്ന് പറയാൻ പറ്റിയ 4ാമതൊരാൾ. ബിസ്മില്ലാ. ആരാ? ഒരു 4, 5 അൽഹംദുലില്ലാഹ്. 6ാമത്തെ കഞ്ഞി, 6ാമത്തെ കഞ്ഞി ഇൻഷാ അല്ലാഹ് ആരാണ്?
6 അൽഹംദുലില്ലാ, 7 ഉസ്താദ് അൽഹംദുലില്ലാ, 8 എട്ടാമതൊരാള് ഉസ്താദിന്റെ അടുത്ത് ഒന്ന് പേര് കൊടുത്തു. എട്ടാമതൊരാള് ബിസ്മില്ലാ. ആരാ എട്ടാമതൊരു ദിവസത്തെ 8 അൽഹംദുലില്ലാ? ആ ഉസ്താദിന്റെ അമ്മ ഉസ്താദിലേക്ക് കൊടുത്തപ്പോൾ പേര് എഴുതി കൊടുത്തായി 8 പേരായി. 9ാമതൊരാള് ഇൻഷാ അല്ലാഹ് 9 സഹോദരിമാരുടെ കൂട്ടത്തിൽ 9 ഇപ്പോ കയ്യിലുള്ളവർ കൊടുക്കാം. ഇല്ലെങ്കിൽ നാട്ടിൽ ചെന്ന ഉടനെ ഇങ്ങോട്ട് വിളിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാന്ന് പറയാൻ പറ്റി 2000 രൂപ കൊടുക്കാൻ പറ്റി. 9ാമതൊരാള് ആരാ? 9 9ാമതാരാ? ഇൻഷാ അല്ലാഹ് 9